അപ്പോൾ പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ വല്ലാത്ത ഒരു ദാഹം ഇങ്ങനെ കിടക്കുകയാണ്. ആ ദാഹമാണ് പണാസക്തിയായി, സ്ഥാനമാനാസക്തിയായി, വിദ്വേഷത്തിൻ്റെ ആസക്തിയായി, ലൈംഗിക ആസക്തിയായി ഈ മനുഷ്യനിൽ കത്തിപ്പടരുന്നത്. ഈ ദാഹം നമ്മൾ എങ്ങോട്ടാണ് മാറ്റേണ്ടത്? യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു പിതാവേ. പിതാവ് പറഞ്ഞു, നിന്റെ ദാഹം, നിൻ്റെ ഈ ആന്തരിക ദാഹം തീരാൻ പോവുക. ആ ദാഹം നമ്മുടെ ആത്മാവിന് വേണ്ടി ഉണ്ടായ ദാഹം. ആ ദാഹമാണ് നമ്മളെ ഇവിടെ ഈ കൂട്ടി നിർത്തിയിരിക്കുന്നത്, ഒരു നാമത്തിൻ്റെ കീഴിൽ. ആ ദാഹം പ്രിയമുള്ളവരെ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവന് ആ ദാഹം കത്തിപ്പടരുമ്പോഴാണ് ആത്മാക്കൾക്ക് വേണ്ടി ജീവനെ പോലും ബലിയർപ്പിക്കാനായിട്ട് അനേകം വിശുദ്ധന്മാർ തയ്യാറായത്. ആ ദാഹം തന്നെയാണ് ഈ 5 ദിവസമായിട്ട് നിങ്ങളെ ഇവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പിടിച്ചിരുത്തി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് എല്ലാ മണിക്കൂർ, ഈ അച്ഛന്മാർക്കൊക്കെ വേറെ ഒത്തിരി പരിപാടിയുള്ളത്. ഇവർക്കൊരു ദാഹം. എന്തിനുള്ള ദാഹമാണ്? ദൈവമേ, ഒരാത്മാവ് പോലും നശിക്കരുത്. അപ്പോൾ ആ ദാഹത്തെ യേശു എന്തിലേക്ക് തിരിച്ചുവിട്ടു? ഇതാ ഒരു ദൈവ പൈതൽ തൻ്റെ ആന്തരിക മനുഷ്യനിലുണ്ടാകുന്ന ദാഹം ആത്മാക്കളുടെ രക്ഷയ്ക്കായും സ്വർഗരാജ്യത്തിനും ദൈവത്തിനും വേണ്ടി നേടാനായി വിട്ടുകൊടുക്കുമ്പോൾ, ഒരു പാപിയായ മനുഷ്യൻ ആ ദാഹം വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, മ്ലേച്ഛത, അശുദ്ധി എന്നിവയ്ക്ക് വിട്ടുകൊടുക്കും. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ ദാഹം, ഇത് ആന്തരികമായി നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ദാഹം നമ്മൾ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു? സ്ഥാനം, മാനം, പണം, ഇലക്ഷൻ, ബിസിനസ്, മറ്റത് മറിച്ചത്. നമ്മളിവിടെ കടന്ന് ഇങ്ങനെ കളിക്കുക. ആത്മാക്കൾക്ക് വേണ്ടി വല്ലതും ചെയ്യുന്നുണ്ടോ? ഒരു പാപിയെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വല്ലതും ചെയ്യുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ച്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു നേഴ്സിംഗ് കോളേജിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. നേഴ്സിംഗ് കോളേജിൽ ക്ലാസ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാ നിങ്ങളെ നേഴ്സാകാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്, എന്താണ് നേഴ്സുമാരുടെ ജോലി? രോഗിയായിരിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ദുർബലനാകുന്ന സമയം രോഗിയാകുമ്പോഴാണ്. എഴുന്നേക്കാൻ മേലാതാകുന്നു, മലമൂത്ര വിസർജനം ചെയ്യുന്നു, ഛർദ്ദിക്കുന്നു, ഇങ്ങനത്തെയൊക്കെയുള്ള അവസ്ഥ കിടക്കുന്ന ആളുകളാണ് രോഗി. അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാലാഖമാരെന്നാണ് വിളിക്കപ്പെടുന്നത്. ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൻ്റെ നിറവിൽ എനിക്ക് ഒരു രോഗിയെ ശുശ്രൂഷിക്കണം, അയാളുടെ ഛർദ്ദിൽ കോരണം, അയാളുടെ മലമൂത്ര വിസർജനങ്ങൾ എടുത്ത് മാറ്റണം, അയാൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം. അങ്ങനെ എൻ്റെ കരങ്ങൾ കൊണ്ട് ഈ വ്യക്തിക്ക് ഒരാശ്വാസം കിട്ടണം എന്ന് ചിന്തിച്ച്, അതാണ് ദൈവവിളി. നേഴ്സിംഗ് ദൈവവിളി അതാണ്. ഒരു ദൈവവിളിയായി കണ്ട് ഈ ലക്ഷ്യത്തോടു കൂടി നേഴ്സിംഗ് പ്രൊഫഷനിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു കൈവക്കാൻ പറഞ്ഞു. ഒറ്റയാളില്ലായിരുന്നു. 400, 500, 600 കുട്ടികളിരിക്കുന്നിടത്ത് ഒരൊറ്റ കുട്ടി പോലും, പ്രിയമുള്ളവരെ, നേഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുത്തത് രോഗിയെ ശുശ്രൂഷിക്കാനല്ല. ഞാൻ ചോദിച്ചത്, പിന്നെ നിങ്ങൾ എന്തിനാണ് തിരഞ്ഞെടുത്തത്? വീട്ടിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്. UK-ലോ അമേരിക്കയിലോ എല്ലാം പോയാൽ കാശ് കിട്ടുമല്ലോ എന്ന് ഓർത്ത. പൈസയ്ക്ക് വേണ്ടിയാണ് അവർ ജോലി തിരഞ്ഞെടുത്തത്. അപ്പോൾ പണത്തോടുള്ള ദാഹത്തിന് വേണ്ടി ഈ ശുശ്രൂഷ തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും വ്യക്തി ആ ശുശ്രൂഷ വിജയിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ഈ നേഴ്സിംഗ് പ്രൊഫഷനിലുള്ള പെൺകുട്ടികൾക്കെല്ലാം തന്നെ കുറേ ജോലി ചെയ്ത് കഴിയുമ്പോൾ അമിതമായ രോഗങ്ങൾ അങ്ങോട്ട് പിടിപെടും. കാരണം അവരുടെ മനസ്സിൽ ഇതിനൊന്നും താല്പര്യമില്ല. ശമ്പളം മാത്രമേ താല്പര്യമുള്ളൂ, ശുശ്രൂഷ താല്പര്യമില്ല. ശുശ്രൂഷ താല്പര്യം വേണമെങ്കിൽ ആ മേഖലയിലുള്ളവർ ആത്മീയരായി മാറണം. അപ്പോൾ താല്പര്യം, അന്നേരമാണ് അതൊരു ഹീലിംഗായി മാറും, സന്തോഷമായി മാറും. ആ പ്രൊഫഷൻ സന്തോഷമായി മാറും. ഒരു ബിസിനസ് ചെയ്യുന്നവൻ ഇങ്ങനെ ചിന്തിക്കണം, എൻ്റെ അടുക്കൽ വരുന്ന ആളുകൾക്ക് സത്യസന്ധമായി നല്ല ഭക്ഷണ സാധനങ്ങൾ കൊടുക്കണം, മായം ചേർക്കാതെ സാധനങ്ങൾ കൊടുക്കണം, മിതമായ വിലയ്ക്ക് കൊടുക്കണം, അമിതമായ ലാഭം പാടില്ല. ഇനി ആ ലാഭം കിട്ടിയാൽ അതിൻ്റെ 1% പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അവന് നല്ല സമാധാനം കിട്ടും. അങ്ങനെയാണോ ബിസിനസ് തുടങ്ങുന്നത്? ബിസിനസ് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയും ലാഭം കിട്ടണം, അതിന് വേണ്ടി മായം ചേർക്കും. എല്ലാം നരകത്തിൻ്റെ പരിപാടിയാണ് ചെയ്യുന്നത്, നരകം. അപ്പോൾ നരകം ഒരു വല്ലാത്ത ദാഹമാണ്. ഇനി അവിടെ കിടന്നിട്ട് ഈ അബ്രഹാം പിതാവിനോട് വിളിച്ചുകൊണ്ട് പറയാം, അബ്രഹാം പിതാവേ, ഒരു തുള്ളി
വെള്ളം തരാമോ? അബ്രഹാം പിതാവ് എന്നാ പറഞ്ഞു? ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ വലിയ ഗർത്ത, ഇവിടെ നിന്ന് അങ്ങോട്ടും തരാൻ മേല, അവിടെ നിന്ന് ഇങ്ങോട്ടും തരാൻ മേല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് കിട്ടിയിരിക്കുന്ന ദൈവിക സമാധാനം ദൈവം എനിക്ക് തന്നതാണ്, നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല. നിങ്ങളുടെ ഭർത്താവിന് കിട്ടിയിരിക്കുന്ന ദൈവിക സമാധാനം ഭാര്യയ്ക്ക് തരാൻ പറ്റത്തില്ല. ഭാര്യ പറയും, നിങ്ങൾ എന്നെ എന്നാ സ്നേഹിക്കാത്തത്, നിങ്ങൾ എന്നെ സ്നേഹിക്കാത്തത്, നിങ്ങൾ എന്നെ കരുതേണ്ടതല്ലേ, നിങ്ങളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ എന്നെ ഒറ്റപ്പെടുത്തിയില്ലേ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഭർത്താവ് പറയും, ഞാൻ ചെയ്യാവുന്ന എല്ലാം ചെയ്തു കൊടുത്ത്. അമ്മായിയമ്മയ്ക്ക് ഇന്നാൾ കൊണ്ട് പുടവയും മേടിച്ചു കൊടുത്തു, പിന്നെ ഇവർക്ക് ഞാൻ എല്ലാത്തിനും പിന്നെ എല്ലാ ബർത്ത്ഡേക്കും സ്വർണ്ണമാലയൊക്കെ മേടിച്ചു കൊടുക്കും, മിണ്ടാതിരിക്കട്ടെന്ന് വിചാരിച്ച, എന്നാലും തീരുകയില്ല. എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നിങ്ങൾ എന്നെ എനിക്ക് വല്ലതും മേടിച്ചു തന്നിട്ടുണ്ടോ, നിങ്ങൾ എനിക്ക് വല്ലതും മേടിച്ചു തന്നിട്ടുണ്ടോ, നിങ്ങളെന്നെ സ്നേഹിച്ചിട്ടുണ്ടോ, നിങ്ങളെന്നെ കരുതിയിട്ടുണ്ടോ? ചില പിള്ളേർ ചോദിക്കുന്നുണ്ട്, എല്ലാം കിട്ടിയിട്ട് പ്രിയമുള്ളവർ ഓവർ വെയിറ്റ് ആയിട്ടിരിക്കുക, എന്നാലും പിള്ളേർ ചോദിക്കുന്നു, നിങ്ങൾ മാതാപിതാക്കന്മാർ എനിക്ക് എന്നാ ചെയ്തത്, ചെയ്യേണ്ടതല്ലാതെ എന്നേലും ചെയ്തോ? എന്നാ ദാഹം? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുത്ത് തികയ്ക്കാമെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. യേശുവിനെ കൊടുക്കണം. ഇല്ലെങ്കിൽ എല്ലാം കിട്ടിക്കഴിഞ്ഞ് അവസാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ രക്തം പോലും ഊറ്റി കുടിച്ചിട്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ നെഞ്ചത്ത് ചൂണ്ടിട്ട് പറയും, തള്ളേ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു ചോദിക്കും. അപ്പം ചങ്ക് പൊട്ടി ചാകേണ്ടി വരും. പല മാതാപിതാക്കന്മാരും ഇന്ന് ചങ്ക് പൊട്ടി മരിക്കുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രിയമുള്ളവരെ, നാളെ ഭാര്യ വന്നു കഴിയുമ്പോൾ പറയും, ഈ അപ്പനിങ്ങനെ തുപ്പുകയും പിന്നെ ചുമക്കുകയും ഇതൊക്കെ ഈ ചുമയെന്നൊക്കെ പറഞ്ഞ് ഇൻഫെക്ഷൻ പിള്ളേർക്ക് കിട്ടുമെന്ന്. മുറിക്കാത്ത അതിങ്ങനെ കിടക്കും, രോഗാണുക്കൾ മുറിക്കാത്ത കിടക്കും. ഭാര്യ പറയും, ഞാൻ നേഴ്സായതുകൊണ്ട് ഞാനങ്ങ് പറയുക, ഉള്ള കാര്യം ഞാൻ പറയാം കേട്ടോ, നിങ്ങളുടെ അപ്പൻ ഈ ചുമയ്ക്കുമ്പോൾ ചുമ്മാ അങ്ങ് ചുമയ്ക്കുക, അതെന്നാ ടിഷ്യൂ പേപ്പർ വെച്ചു വേണ്ട ചുമക്കാൻ. ആ ചുമയ്ക്കുമ്പോൾ നമ്മുടെ ഈ മുറി AC ആയതുകൊണ്ട് ഇതിനകത്ത് കിടക്കും ഈ രോഗാണുക്കൾ. അതുകൊണ്ട് ഈ പ്രായം ചെന്ന സാധനത്തിന് നമുക്ക് എവിടെയെങ്കിലും സുരക്ഷിതമായി ഒരു കൈകളിൽ ഏൽപ്പിക്കണം. മോൻ കാറയിൽ അപ്പനെയും കയറ്റിക്കൊണ്ട് എവിടെയാണ് പോകുന്നത്? റിട്ടയർമെൻറ്റ് ഹോമിൽ. അച്ചായന് ഒരു 25 ലക്ഷം രൂപ അവിടെ അടച്ച് 15,000 രൂപ വെച്ച് മാസവും കൊടുത്താൽ റിട്ടയർമെൻറ്റ് ഹോം. കണ്ട? എന്തുകൊണ്ടാ? അപ്പോൾ അവൻ ഓർക്കണ്ടേ, ഇവന് രാത്രി മുഴുവനും കിടന്ന സമയത്ത് അവൻ പറയണ്ടേ, അന്നേരം രാത്രി മുഴുവനും കിടക്കുന്ന സമയത്ത് ഞാൻ ചുമക്കുകയും തുപ്പുകയും മലമൂത്ര വിസർജനം ചെയ്യുകയും ചെയ്തപ്പോൾ ഒത്തിരി ഇൻഫെക്ഷനും അതുപോലെ രോഗാണുക്കളും ഈ മുറിക്കകത്ത് പടർന്നിരുന്നു. എന്നിട്ടും എൻ്റെ മാതാപിതാക്കന്മാർ എന്നാൽ എന്നെ പുറത്ത് കിടത്തിയേക്കാമെന്ന് വിചാരിച്ചില്ല, അപ്പൻ്റെയും അമ്മയുടെയും കൂടെയാണ് കിടത്തിയത്. അത് പറയാനുള്ള ചങ്കൂറ്റം ആണുങ്ങൾക്കുണ്ടെങ്കിൽ പെണ്ണ് കെട്ടാൻ പോവുള്ളൂ, അല്ലാത്തവൻ പെണ്ണ് കെട്ടരുത്. പെണ്ണ് കെട്ടാനുള്ളൊരു ക്വാളിഫിക്കേഷൻ ഇതാണ്, ചങ്കൂറ്റം ഉണ്ടാകണം. ഇത് ഭാര്യയുടെ മുഖത്ത് നോക്കി പറയാം. സ്ത്രീകൾ കല്യാണം കഴിച്ചാൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലാത്തവർ മടത്തി പോവുക. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺപിള്ളേരുണ്ടെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടി ആരും കല്യാണം കഴിക്കണ്ട. ഈ കല്യാണം കഴിക്കുന്ന ചെറുക്കനെ പ്രസവിച്ചൊരമ്മയുണ്ട്, ഒരപ്പനുണ്ട്, അവരെ നോക്കാം മനസ്സുള്ളവൾ. അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ സ്ട്രോക്ക് വന്ന് വീണെന്നിരിക്കും, ചിലപ്പം ഈ ബ്രെയിനിന് ഡാമേജ് വന്നു കഴിയുമ്പോൾ ഓർമ്മയൊക്കെ കുറഞ്ഞ് എഴുന്നേറ്റ് നടക്കും, രാത്രി ഉറക്കമില്ലാതെ നടന്നിരിക്കും, കഥവ് തുറന്ന് ഇറങ്ങിപ്പോയെന്നിരിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, ടോയ്ലറ്റാന്ന് ഓർത്തുകൊണ്ട് കട്ടിലേൽ മൂത്രം ഒഴിച്ചെന്നിരിക്കും. ഇതൊക്കെ പ്രതീക്ഷിച്ച് കല്യാണം കഴിച്ചാൽ മതി. അവിടെ ചെന്നേച്ച് എന്ത് ചെയ്യണം, ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് ഓരോരുത്തർക്കും അത് എൻ്റെ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യാണ്, ഈ സ്ത്രീകളെ കല്യാണം കഴിച്ച് വിട്ടാൽ പ്രിയമുള്ള പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അബദ്ധത്തിനെങ്ങാനും 10 ദിവസം ഭാര്യയുടെ വീട്ടിൽ കൊണ്ട് നിർത്തി സുഖാനുഭവിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ പോരുകയില്ല. അതുകൊണ്ട് നിങ്ങളിതൊക്കെ സൂക്ഷിച്ചോണം. അധികത്തെ ദിവസമൊന്നും അങ്ങോട്ട് വിടരുത്. കെട്ടിച്ച് വിട്ട പെണ്ണ് അവരവരുടെ വീട്ടിൽ നിൽക്കണം. ഇങ്ങനെയൊരു കുഴപ്പമുണ്ട്. ഞാൻ ഈ അനുഭവ സമ്പത്തിൽ നിന്നാണ് ഇതാ പറഞ്ഞു, എൻ്റെ അനുഭവമല്ല, മറ്റുള്ളവരുടെ. അപ്പോൾ നരകം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നമുക്ക് കിട്ടുന്ന സഹനങ്ങളും കഷ്ടപ്പാടുകളും സന്തോഷത്തോടെ എന്തെങ്കിലും ആയിക്കോട്ടെ സ്വീകരിക്കാനുള്ള മനസ്സ്, അത് പരിശുദ്ധാത്മാവ് നൽകുന്ന മനസ്സാണ്. അത് സ്വീകരിക്കാൻ കഴിയാത്തവർ ഒരിക്കലും വിവാഹമെന്ന കൂദാശയിലേക്ക് ഒരിക്കലും കടക്കരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
ഇതാ നരകമെന്ന് പറയുന്നൊരു വല്ലാത്ത ദാഹമാണ്. ആ ദാഹം ഇന്നും മനുഷ്യനുണ്ട്. അതുകൊണ്ട് അവൻ നരകത്തിലാണ് കിടക്കുന്നത്. അത് തീർക്കാൻ വേണ്ടി അവൻ പലതിൻ്റെയും പുറകെ പോയി അവസാനം വലിയ കുഴി ചെന്ന് പെട്ട് കിടക്കുകയാണ്. അതാണ് നരകം. ദാഹം അവനെ കൊണ്ടെത്തിച്ചത് ആസക്തികളുടെ ലോകത്താണ്. ആ ആസക്തികൾക്ക് പറയുന്ന ആസക്തികളുടെ ലോകത്തൊരു മനുഷ്യൻ കിടന്നാൽ അവൻ യഥാർത്ഥം തീക്കകത്ത് കിടക്കുന്ന പോലെയാണ്. അവന് ഭക്ഷണം അവന് സന്തോഷം നൽകുകയില്ല, അവന് വായു സമാധാനം നൽകുകയില്ല, പണം അവന് സമാധാനം നൽകുകയില്ല, ആഹാരം സമാധാനം നൽകുകയില്ല, അവനൊന്നും സമാധാനം നൽകുകയില്ല. അടുത്തിരിക്കുന്ന ആൾക്ക് സമാധാനം കിട്ടുമ്പോൾ അവന് ദേഷ്യ. നിനക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാം, എനിക്കാണല്ലോ ഈ ഗതി. നമുക്ക് പറയാം, എൻ്റെ സമാധാനം ഒരിക്കലും നിനക്ക് തരാൻ പറ്റുകയില്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാ. പ്രിയമുള്ളവർ, ഈ നരകമുള്ള മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗരാജ്യം കണക്ട് ചെയ്യണം. യേശുവിൻ്റെ വചനം കണക്ട് ചെയ്ത് യേശുവിൻ്റെ സുവിശേഷം സ്വീകരിക്കാൻ തുടങ്ങുന്നതോടുകൂടി പ്രിയമുള്ളവരെ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. മദ്രാസിലെ മോൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ കേട്ടിട്ടുണ്ട്. മദ്രാസിലെ മോൻ ഇരട്ട കൊലപാതകം നടത്തിയതാണ്. നിസ്സാര കാര്യത്തിന് വേണ്ടി, ചെറിയ കാര്യത്തിന് വേണ്ടി ഒരപ്പനെയും അമ്മയും കൊന്നയാളാണ് ഈ മദ്രാസിലെ മോൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ മനുഷ്യൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് പ്രിയമുള്ളവർ, അദ്ദേഹത്തെ കേസ് കൈകാര്യം ചെയ്യുന്ന സിബി മാത്യു ആണ്. അദ്ദേഹം ഈ വ്യക്തിക്ക്, ഈ കൊലയാളിക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സുവിശേഷം പറഞ്ഞു കൊടുത്തു. സുവിശേഷം യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പ്രിയമുള്ളവരെ, എന്തായാലും സുവിശേഷം സ്വീകരിച്ച് ചെറുപ്പക്കാരൻ ജയിൽ വിമോചിതനായി 12-15 വർഷത്തിന് ശേഷം പുറത്തു വന്നു. 500ഓളം കുഞ്ഞുങ്ങളുടെ അപ്പനായിട്ടാണ് ഇന്ന് ആ മനുഷ്യൻ ജീവിക്കുന്നത്. 500ഓളം കുഞ്ഞുങ്ങളുടെ അപ്പൻ ഒരു അനാഥശാല ഏറ്റെടുത്ത്, എന്നിട്ട് അനാഥ കുഞ്ഞുങ്ങളുടെ അപ്പനായി ജീവിതകാലം വളരെ സമാധാനത്തോടെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി വളരെ സമാധാനത്തോടെ ആ ചെറുപ്പക്കാരൻ ജീവിക്കുന്നു. കണ്ടോ? ഇന്നലെ ഒരു മാലയ്ക്ക് വേണ്ടി കൊല ചെയ്യാൻ മടിക്കാത്തവൻ ഇന്ന് ഇതാ 500 പേർക്ക് വേണ്ടി സ്വന്തം ജീവിതം പങ്കുവെക്കുന്നു. ഇതാണ് സ്വർഗവും നരകവും. ഇനി പ്രിയമുള്ളവരെ, നമുക്ക് ഈ ശരീരം ഉള്ളപ്പോൾ ഈ നരകം കുറച്ചൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഈ അസ്വസ്ഥതയും പ്രയാസവും തീയൊക്കെ ഈ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് അങ്ങോട്ട് വേർപെട്ട് കഴിയുമ്പോൾ, ഇപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു വിഷമമുണ്ടെങ്കിൽ തുറന്നു പറയാം. ഇപ്പം നമുക്ക് ശരീരം ഉള്ളത് കൊണ്ട് വേണം പോയി കുമ്പസാരിക്കാം, കുർബാന അനുഭവിക്കാം, ഇതൊക്കെ ചെയ്യാം. ഇപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ 100 രൂപ ഉണ്ടെങ്കിൽ പോയി എടുക്കാം. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നതോടുകൂടി പ്രിയമുള്ളവരെ, ഒന്നുമില്ലാത്ത ഒരവസ്ഥയാകും. എനിക്കാരുമില്ല. ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചവർ നാളെ ഖബറിൻ്റെ വാതൊക്കെ ചെന്ന് കഴിയുമ്പോൾ തിരിച്ചിങ്ങ് പോരും. അതെത്ര സ്നേഹമുള്ള ഭാര്യയാണെങ്കിലും കല്ലറ വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മളിങ്ങോട്ട് പുറകോട്ട് വരും. പുള്ളി ഒറ്റയ്ക്ക് അവിടെ കിടക്കും. ഈ ആത്മാവ് ഒറ്റയ്ക്കായി കഴിയുമ്പോൾ എൻ്റെ 10,000 രൂപ എടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. സ്റ്റേറ്റ് ബാങ്കിൻ്റെ വാതൊക്കെ പോയി നിൽക്കും. ആത്മാവായതുകൊണ്ട് മാനേജർ നോക്കിയിട്ട് കാണുന്നില്ല. ക്യാഷ്യറുടെ വാതൊക്കെ പോയി നിൽക്കും. എൻ്റെ 10 ലക്ഷം രൂപ ഇതിനകത്ത് കിടപ്പുണ്ട്, എനിക്ക് ചില കാശ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ക്യാഷ്യർക്കൊന്നും മനസ്സിലായില്ല. ക്യാഷ്യർക്കൊന്നും മനസ്സിലാകാതെ നമ്മൾ സംസാരിച്ച് ക്യാഷ്യറിനൊന്നും മനസ്സിലായില്ല. അതെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ മനസ്സിലായി, എനിക്കിപ്പോൾ ഒരു പൈസയില്ല. നമ്മൾ പഴയ സൺഡേ സ്കൂൾ അധ്യാപകനാണ്. നമ്മൾ അടുത്ത ഞായറാഴ്ച പതുക്കെ എന്ത് ചെയ്യും? പിറ്റേ ഞായറാഴ്ച സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇതാ അവിടെ അനുശോചന പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സാറ് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത പാർട്ടിയായിരുന്നു. അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് വേറെ ആളെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ച്. അതോടുകൂടി നമുക്ക് മനസ്സിലായി, ജീവിതത്തിൽ അധികം ശാശ്വതമല്ലായിരുന്നു ഈ സ്ഥാനം. ഒരു വർഷം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ചെല്ലുമ്പോഴാണ് കാണുന്നത്, ഇതാ ഭാര്യ, ദൈവമേ നിങ്ങളല്ലാതെ വേറൊരു ജീവിതം ഉണ്ടാകുകയെന്ന് പറഞ്ഞു പുതിയ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ആ ശൂന്യത നമുക്കുണ്ടാക്കുന്ന ഒരു വല്ലാത്ത അസ്വസ്ഥതയുണ്ട്, തീക്കകത്ത് കിടക്കുന്ന പോലെ. അതിന് പറയുന്ന പേരാണ് നരകം. അതുകൊണ്ട് ശരീരം വേർപെട്ടാൽ നിങ്ങളുടെ പ്രശ്നമെല്ലാം തീരുമെന്ന് വിചാരിക്കരുത്. ഇതിനേക്കാളും ഒരു 100 ഇരട്ടിയായിരിക്കും
ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അത് തീരുമെന്നോർത്താണ് പലരും എന്ത് ചെയ്യുന്നത്, മരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ആരുടെ കൈയൊക്കെ പോക്കി, ഇതിനേക്കാളും ഗതികേട മരിച്ച. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടാൽ ഇതിനേക്കാളും വല്ലാത്തൊരവസ്ഥയാണ്. ഒരു കമ്പനിയില്ല, നമ്മൾ ഒറ്റയ്ക്ക്. എനിക്കറിയാവുന്നൊരു അച്ഛൻ, വലിയ പ്രൊഫസർ, അദ്ദേഹം ഒരു പ്രൊഫസറാണ്. അദ്ദേഹത്തിനോട് പറയുമായിരുന്നു, ഒരിക്കലും അദ്ദേഹത്തിന് ഷോക്കടിച്ച് ഇങ്ങനെ മരിക്കാൻ അങ്ങനെ പോകേണ്ടതാണ്. അങ്ങനെ ഒരു അസ്വസ്ഥത വന്നു. പെട്ടെന്ന് അച്ഛൻ കാണുന്നത് മരണമടഞ്ഞവരുടെ ലോകമാണ്. മരിച്ചവരെല്ലാം തൻ്റെ ചുറ്റുമുള്ളതായിട്ട് കാണും. പെട്ടെന്ന് എന്തായാലും ദൈവാനുഗ്രഹത്തിന് ജീവിതം തിരിച്ചു കിട്ടി. ഇവിടെ ധ്യാനത്തിന് വന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, പുള്ളി ലിവർ സിറോസിസ് വന്ന് മരിക്കാനായിട്ട് കിടക്കുകയാണ്. മാനസാന്തരപ്പെട്ടില്ല. സത്യത്തിൽ അവസാനം മക്കളും ഭാര്യയൊക്കെ വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ടും പുള്ളിക്ക് മാനസാന്തരം ഉണ്ടായില്ല. വർഷങ്ങൾ. ആ പെങ്കൊച്ച് തന്നെ ഇവിടെ വർഷങ്ങൾ ധ്യാനം കൂടി. എനിക്ക് തോന്നുന്നു എല്ലാ മാസവും ഓരോ ധ്യാനം വെച്ച് കൂടി, 8-10 ധ്യാനം കൂടി കണ്ടിന്യൂസ് ആയി അപ്പൻ്റെ മാനസാന്തരത്തിന് വേണ്ടി. മാനസാന്തരപ്പെട്ടില്ല. അവസാനം ലിവർ സിറോസിസ് വന്ന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ബോധമൊക്കെ പോയി. ഡോക്ടർ പറഞ്ഞ് എല്ലാവരെയും അറിയിച്ചോ, ഞങ്ങൾ ഈ ട്യൂബൊക്കെ ഊരാൻ പോവുകയാണ്. അപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ദൈവമേ രക്ഷപ്പെട്ടില്ലേലും വേണ്ടില്ല, മാനസാന്തരപ്പെട്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു, ഒരു തുള്ളി കണ്ണുനീര്. അങ്ങനെ എല്ലാവരെയും അറിയിച്ചിട്ട് PVS ഹോസ്പിറ്റലിൽ വെച്ച് ട്യൂബുകളെല്ലാം മാറ്റി, അതുപോലെ വെന്റിലേറ്റർ എടുത്ത് മാറ്റി, ആളെ മരണത്തിന് ഡോക്ടർമാർ വിട്ടുകൊടുത്തു. എന്ത് സംഭവിച്ചെന്നറിയോ പ്രിയമുള്ളവർ? അപ്പോൾ അതിനിടയ്ക്ക് മരിക്കുമെന്ന് ഇങ്ങോട്ട് ഫോൺ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു അച്ഛനെ വിളിച്ച് തൈലാഭിഷേക ശുശ്രൂഷ നടത്താൻ പറഞ്ഞു. അങ്ങനെ തൈലാഭിഷേക ശുശ്രൂഷ നടത്തി. തൈലാഭിഷേക ശുശ്രൂഷ കഴിഞ്ഞ് വെന്റിലേറ്ററെല്ലാം നീക്കി മരണത്തിന് എല്ലാവരും അറിയിച്ചു. എല്ലാവരും എത്തിയോ, ആൾ മരിക്കും. പ്രിയമുള്ളവർ വെന്റിലേറ്റർ നീക്കി കഴിഞ്ഞപ്പോൾ പുള്ളി പതുക്കെ കണ്ണു തുറന്നു, എല്ലാവരെയും കണ്ട് ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു. ആൾ തിരിച്ചു പോകുന്നു ജീവിതത്തിലേക്ക്. തിരിച്ചു പോകുന്ന ശേഷം പ്രിയമുള്ളവർ പുള്ളി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ്. ഇവിടെ വന്നപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ സംഭവിച്ചത്, എന്നായിരുന്നു? അന്നേരം പുള്ളി പറഞ്ഞു, ഞാനിങ്ങനെ അവസാനത്തെ ദിവസം കിടക്കുമ്പോൾ ഞാൻ പുതിയ ഒരു തൂത്തൂട്ടിയും പുതിയൊരു പാറമ്പുഴയും കണ്ട്. ഇപ്പോഴത്തെ പാറമ്പുഴയും തൂത്തൂട്ടിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു. ഞാൻ പീലക്സിനോസ് തിരുമേനി ഇവിടെ തൂത്തുട്ടി ചാപ്പലിരിക്കുന്നു, ഞാൻ ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നു, പിന്നെ ഇവിടെ തിരുവഞ്ചൂർ കവലയിലെ കടയുണ്ട്, ചേട്ടന്മാർ നടന്നു പോകുന്നു, വണ്ടി ഓടിക്കുന്നു. ഇതാണ് ഈ ലോകം. എന്നാൽ ഞാൻ കണ്ട ലോകത്ത് ഈ പാറമ്പുഴ തൂത്തൂട്ടി പ്രദേശത്ത് ആക്സിഡൻറ്റിൽ മരിച്ചവരും അതുപോലെ അല്ലാതെ മരിച്ചവരുമായ ആളുകളൊക്കെ ഇതുപോലെ തന്നെ എന്നോട് വന്നേച്ച്, എന്നോണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ, എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇതുപോലെ വർത്തമാനം പറയും. മരിച്ചവർ. പുള്ളി എന്നോട് പറഞ്ഞു, ഈ പ്രദേശത്ത് മരിച്ച പലരും എനിക്കറിയായിരുന്നു, അവരെല്ലാം പുള്ളിയോട് വന്ന് വർത്തമാനം പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ലോകമുണ്ട്, ആത്മാക്കളുടെ ലോകം. അങ്ങനെ വർത്തമാനം എല്ലാം പറഞ്ഞ് വളരെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തിരിച്ച് എനിക്ക് ഈ പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഞാൻ കാണുന്ന ഈ ലോകമാണ്. അങ്ങനെ ഞാൻ മറ്റൊരു ലോകത്തേക്ക് പോയിരുന്നു. അതിനുശേഷം പ്രിയമുള്ളവരെ, പുള്ളിക്കാരൻ പിന്നെ സകല പാപവും അങ്ങ് നിർത്തി. കള്ളുകുടിയില്ല, ഒന്നുമില്ല. കുർബാന അനുഭവിക്കുക, പ്രാർത്ഥിക്കുക. വീട്ടിൽ ഭാര്യയും മക്കളും കൂടി ആരെങ്കിലും ചെറിയ കുറ്റം പറഞ്ഞാൽ പോലും പറയും, എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത്, നമുക്ക് പ്രാർത്ഥിച്ചാൽ പോരെ. അങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ പ്രിയമുള്ളവരെ, കുർബാന അനുഭവിക്കുക, പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, എല്ലാം ചെയ്ത് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞ് എനിക്കൊരു കുർബാന അനുഭവിക്കണം. അങ്ങനെ ഇവിടെ വന്ന് കുർബാന അനുഭവിച്ചു പോയി. ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ കയറിയിട്ട് പുറത്തോട്ടിറങ്ങുമ്പം അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ലിവർ സിറോസിസിൽ നിന്ന് രക്ഷപ്പെട്ട ആൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച്. അപ്പോൾ പ്രിയമുള്ളവർ, ഓർക്ക് മരണത്തിൻ്റെ ഒരു ലോകമുണ്ട്, ആത്മാക്കളുടെ ഒരു ലോകം. അത് ശരീരം ഉണ്ടെങ്കിലും ഇല്ലേലും ഉണ്ട്. ശരീരം എന്ന് പറയുന്നത് താൽക്കാലികമാണ്, പക്ഷേ ആത്മാവ് എന്നേക്ക് നിലനിൽക്കും. ഈ ആത്മാവിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് അവനോൻ ചെയ്ത നന്മ, അവനോൻ ചെയ്ത തിന്മ. ഇന്നലെ ഞാൻ പറഞ്ഞു, നന്മയാണ് ചെയ്തതെങ്കിൽ, വെളിച്ചത്തിൻ്റെ പ്രവൃത്തിയാണ് ചെയ്തതെങ്കിൽ ദൈവിക സമാധാനവും സന്തോഷവും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയുമായിട്ട് ഒന്നിച്ചങ്ങ് ജീവിക്കും. നല്ല സന്തോഷമുള്ള കാര്യമാണ്. അതല്ല, പാപത്തിലാണ് ജീവിച്ചതെങ്കിൽ വല്ലാത്ത ഒരു ഇരുട്ട് അവനെ മൂടും. ആ ഇരുട്ടത്ത് കടന്ന് അവർ വിഷമിക്കും. നമ്മളിവിടെ ഇരുന്ന് ഈ പ്രാർത്ഥിക്കുകയും ധൂപപ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുമ്പം ഈ ആത്മാക്കൾക്ക് വലിയ മിനറൽ വാട്ടർ കുടിക്കുന്ന പോലത്തെ സന്തോഷമാണ്.
നമ്മുടെ കുർബാന, അതുപോലെ നമ്മുടെ ബലികൾ, പ്രാർത്ഥനകൾ, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല. വല്ലാത്ത സന്തോഷവും സമാധാനവും മരണമടഞ്ഞ ആത്മാക്കൾക്ക് നമ്മുടെ പ്രാർത്ഥന വഴി ലഭിക്കും. അത് നമ്മൾ വിശുദ്ധിയിലാണ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം അവർക്ക് അഭിഷേകം ലഭിക്കും. എന്നതുകൊണ്ട് മക്കൾ ഓർമ്മ ദിവസം കുമ്പസാരിച്ച് നല്ലവണ്ണം ഒരുങ്ങി അപ്പന് വേണ്ടി ബലി അർപ്പിക്കണം. പേര് കൊടുത്തിട്ട് പോയെന്നാൽ പോരാ. അപ്പോൾ ആ മാതാപിതാക്കന്മാർക്ക് സമാധാനം, സന്തോഷം. എന്നിട്ട് എന്തു ചെയ്യും? അവരവിടെ ഇരുന്ന്, സ്വർഗത്തിലാണെങ്കിൽ അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. സ്വർഗത്തിൽ നിന്ന് അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവിടെ മക്കളുടെ ജീവിതവും മക്കളുടെ ജീവിതവും വളരെ സന്തോഷകരമായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ജീവിക്കുമ്പോൾ നന്നായി ജീവിക്കണം. സ്വർഗം എനിക്ക് ഉറപ്പാണെന്ന് ഈ ഭൂമിയിൽ ലക്ഷണങ്ങളോടുകൂടി ഉറപ്പിക്കണം. നരകത്തിലാണ് കിടക്കുന്നതെങ്കിൽ ഇതാ ഇവിടെ വന്ന് വിസ എടുത്ത് സ്വർഗത്തിലേക്ക് കയറാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിസ മാറ്റി അടിക്കണം, സ്വർഗത്തിലേക്കുള്ള വിസ അടിക്കണം. കുമ്പസാരം, കുർബാനാനുഭവം ഒക്കെ സ്വീകരിക്കണം, പാപത്തെ ഉപേക്ഷിക്കണം. അപ്പോൾ നമ്മളിനി ഏതെങ്കിലും കാര്യം ചിന്തിക്കാനുണ്ടോ? ഓർത്തിരിക്കേണ്ട 4 കാര്യങ്ങൾ. ഒന്നെന്താണ്? മരണം. 2 ന്യായവിധി. 3 സ്വർഗം. 4 നരകം. നിങ്ങളിനി ചിന്തിക്കുക, നിങ്ങൾ മരിച്ചവരാണോ ജീവനുള്ളവരാണോ? നിങ്ങൾ വിധിയുടെ കീഴിൽ, ശിക്ഷാവിധിയുടെ കീഴിലാണോ രക്ഷയുടെ കീഴിലാണോ? രക്ഷയുടെ കീഴിലുള്ളവൻ സുവിശേഷ വചനത്തിന് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കും. നിങ്ങൾ സ്വർഗത്തിലാണോ, നിങ്ങൾ നരകത്തിലാണോ? സ്വർഗത്തിലാണെങ്കിൽ നിങ്ങളുടെ ആത്മദാഹം നരകത്തിൽ കിടക്കുന്ന, പാപത്തിൽ കിടക്കുന്ന ഒരാത്മാവിനെ നേടിയെടുക്കാൻ വേണ്ടി ക്രിസ്തുവിനെ പോലെ പീഡകളൊക്കെ ഏറ്റാലും ജീവൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ജീവൻ കൊടുത്തും ഒരാത്മാവിനെ നേടാൻ വേണ്ടി പരിശ്രമിക്കും. നിങ്ങളങ്ങനെയാണോ? ഇനി അതല്ല, നിങ്ങൾ നരകത്തിലാണെങ്കിൽ എന്ത് കിട്ടിയാലും എല്ലാം ഉണ്ട്, സ്വത്തുണ്ട്, ജോലിയുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഒരു സന്തോഷവും ഇല്ല. ഇനി നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ എവിടെയാണ്? കണ്ണുകളടയ്ക്കാം, നമുക്ക് നമ്മളെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. ഓ ദൈവമേ, ഞങ്ങളുടെ ജീവിതം ഇതാ ഞങ്ങൾ അങ്ങേക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നു കിടക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് മരണം. എൻ്റെ ആത്മാവ് മരണാവസ്ഥയിലാണെങ്കിൽ പിശാച് എൻ്റെ മേൽ ഭരണം നടത്തും. ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെല്ലാം ഒളിച്ചു വെച്ച് ജീവിക്കാമെന്ന്, ദൈവം കാണുന്നില്ല എന്ന് ചിന്തിച്ച് ജീവിക്കാമെന്ന് ചിന്തിക്കും. ഞാൻ ശിക്ഷാവിധിയുടെ കീഴിലാണെങ്കിൽ പ്രകാശമാകുന്ന യേശു ലോകത്തിലേക്ക് വന്നിട്ടും സുവിശേഷത്തോട് എനിക്ക് ഒരു താല്പര്യവും തോന്നുന്നില്ല. സുവിശേഷ വചനങ്ങൾ വായിക്കാൻ താല്പര്യമില്ല, അത് ധ്യാനിക്കാൻ താല്പര്യമില്ല, അതിനകത്തൊരു ഇൻട്രസ്റ്റും തോന്നുന്നില്ല, ബോറടിക്കുക. ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനിരുന്നാൽ ഇരിപ്പുറയ്ക്കുന്നില്ല. നരകത്തിൽ വീണതിൻ്റെ ചില ലക്ഷണങ്ങൾ. ഭർത്താവ് സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ സ്നേഹം പോരാന്നുള്ള തോന്നല. മക്കൾ സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ടും സ്നേഹിക്കുന്നില്ല എന്ന്. മാതാപിതാക്കന്മാർ ഒത്തിരി സ്നേഹിച്ചും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വളർത്തിയതാണ്. 9 മാസം ഗർഭപാത്രത്തിലും അവരുടെ കരങ്ങളിലൊക്കെ കിടന്ന് വളർന്നിട്ടും അവരൊന്നും ചെയ്തില്ല എന്ന് നമുക്കിപ്പോൾ തോന്നുന്നു. എന്താ ഇതിന് കാരണം? ഒന്നിലും സന്തോഷം വരുന്നില്ല. എത്ര കിട്ടിയിട്ട് സന്തോഷമില്ല, ജോലിയിൽ സന്തോഷമില്ല, ഭവനത്തിൽ സന്തോഷമില്ല, മക്കളുമായിട്ടുള്ള ജീവിതത്തിൽ സന്തോഷം കിട്ടുന്നില്ല. ആ സന്തോഷത്തിൻ്റെ ഒരു ലോകം തുറക്കപ്പെടുന്നില്ല. ചുറ്റുപാടുകളിലേക്കൊന്ന് കണ്ണോടിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, ഞാൻ എത്ര വലിയ ഭാഗ്യമുള്ള വ്യക്തിയാണ്. കയ്യും കാലും ഇല്ലാത്തവരുണ്ട്, അംഗവൈകല്യമുള്ളവരുണ്ട്, ബുദ്ധിമാന്യം സംഭവിച്ചവരുണ്ട്, വിവാഹ ജീവിതം ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവരുണ്ട്, ഒരു ഭർത്താവിനെ, ഒരു ആൺതുണയെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് കിട്ടാതെ പോകുന്നവരുണ്ട്, ഒരു ജീവിത പങ്കാളിയെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഓർത്തിട്ട് കിട്ടാതെ പോകുന്നവരുണ്ട്, ജോലിക്ക് ആഗ്രഹിച്ചിട്ടും ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട്. എന്നിട്ടും നമ്മുടെ ഈ അവസ്ഥയിൽ ഒന്ന് സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ.
എന്തിന് ശിക്ഷാവിധിയുടെ കീഴിൽ കടക്കണം? യേശു നമ്മളെ വിളിക്കുന്നു. സ്വർഗരാജ്യം പരിശുദ്ധാത്മാവിലുള്ള ഒരു വല്ലാത്ത അനുഗ്രഹമാണ്. യേശു പറഞ്ഞു, ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കലേക്ക് പോരുക, ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് കുടിക്കുക. ആ പരിശുദ്ധാത്മാവ് വരുന്നതോടുകൂടി ഒരു വല്ലാത്ത സന്തോഷം നമ്മുടെ ആന്തരിക മനസ്സിൽ കയറും, ഒരു സമാധാനം. അതാ സ്വർഗരാജ്യം. ശരീരം വിട്ടുകഴിയുമ്പോൾ ഈ സന്തോഷം 100 ഇരട്ടിയായിട്ട് വർദ്ധിക്കും. അത് വല്ലാത്തൊരു ആനന്ദമായി മാറും ദൈവത്തോടു കൂടിയുള്ള ജീവിതം. ദൈവമേ, അങ്ങനെയുള്ളൊരു ജീവിതത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നു. നമ്മൾ പാടാറുണ്ട്, പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടത്ത് ഉറങ്ങാൻ. സത്യത്തിൽ അങ്ങനെയുള്ള ഒരു ഉറക്കമാണ് നമുക്ക് വേണ്ടത്. തമ്പുരാൻ്റെ കൂടെ ഒരുറക്കം. ദൈവം നമുക്ക് വേണ്ടി ജീവിക്കട്ടെ, ക്രിസ്തു നമ്മളിൽ ജീവിക്കട്ടെ. നമുക്ക് ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കാം, ക്രിസ്തുവിൽ നമുക്ക് ഉറങ്ങാം. നമ്മുടെ പാപജീവിതത്തോടു കൂടി ക്രിസ്തുവിനോടുകൂടെ സംസ്കരിക്കപ്പെടാം. എന്നിട്ട് ഇനിയുള്ള ജീവിതകാലം യേശു എന്നിൽ ജീവിക്കട്ടെ.